ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്ന് ഈ ശുശ്രൂഷയിലായിരിക്കുന്ന മാതാപിതാക്കൾ, സഹോദരി സഹോദരങ്ങൾ, പ്രിയപ്പെട്ട നിങ്ങളെല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനം മുന്നമേ അറിയിക്കുകയാണ്. ഒരിക്കൽ കൂടെ ദൈവവചനത്തിൻ്റെ കീഴിൽ ശാന്തതയോടെ ചേർന്നിരിക്കുവാൻ ദൈവം നൽകി തന്നതായ ഈ വിലപ്പെട്ട സമയത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. നാം വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായമാണ് ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. 13 മുതലുള്ള വാക്യം നമുക്കൊന്ന് വായിക്കാം. വെളിപ്പാട് 12-ന്റെ 13 മുതലുള്ള വാക്യങ്ങൾ. തന്നെ ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞു എന്ന് മഹാസർപ്പം കണ്ടിട്ട് ആൺകുട്ടിയെ പ്രസവിച്ച സ്ത്രീയെ ഉപദ്രവിച്ചു തുടങ്ങി. അപ്പോൾ സ്ത്രീക്ക് മരുഭൂമിയിൽ തൻ്റെ സ്ഥലത്തേക്ക് പറന്നു പോകേണ്ടതിന് വലിയ കഴുകിൻ്റെ 2 ചിറക് ലഭിച്ചു. അവിടെ സർപ്പത്തോടകലെ 1 കാലവും 2 കാലവും അരക്കാലവും പോറ്റി രക്ഷിച്ചു. സർപ്പം സ്ത്രീയെ ഒഴുക്കിക്കളയേണ്ടതിന് അവളുടെ പിന്നാലെ തൻ്റെ വായിൽ നിന്ന് നദി പോലെ വെള്ളം ചാടിച്ചു. എന്നാൽ ഭൂമി സ്ത്രീക്ക് തുണ നിന്നു. മഹാസർപ്പം വായിൽ നിന്ന് ചാടിച്ച നദിയെ ഭൂമി വായ് തുറന്ന് വിഴുങ്ങിക്കളഞ്ഞു. മഹാസർപ്പം സ്ത്രീയോട് കോപിച്ചു. ഇതിനു മുമ്പ് സ്ത്രീയോടൊന്നും ചെയ്യുന്നില്ലല്ലോ. ആദ്യ ഭാഗത്ത് നിന്ന് കാണുമ്പോൾ സ്ത്രീയോടൊന്നും ചെയ്യുന്നില്ല. മഹാസർപ്പം സ്ത്രീയോട് കോപിച്ചു. ദൈവകൽപ്പന പ്രമാണിക്കുന്നവരും യേശുവിൻ്റെ സാക്ഷ്യമുള്ളവരുമായി അവളുടെ സന്തതിയിൽ ശേഷിപ്പുള്ളവരോട് യുദ്ധം ചെയ്യുവാൻ പുറപ്പെട്ടു. അവൻ കടൽപ്പുറത്തെ മണലിന്മേൽ നിന്നു. മരുഭൂമിയിലേക്ക് ഓടിപ്പോയ സ്ത്രീ. സർപ്പം, ആ സർപ്പത്തെ, സാത്താനും പിശാചും എന്ന പഴയ പാമ്പിനെ ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞു. ഈ മഹാസർപ്പം ആൺകുട്ടിയെ പ്രസവിച്ച സ്ത്രീയെ ഉപദ്രവിച്ചു തുടങ്ങി. ഇവിടെ ഈ 13 മുതൽ 17 വരെയുള്ളതായ ഭാഗത്ത് നാം കാണുന്നത് കൈവിടപ്പെട്ടു പോകുന്ന സഭ എതിർക്രിസ്തുവിനാൽ പീഡയേൽക്കുന്നതാണ്. കർത്താവ് മധ്യാകാശത്ത് വന്നു, വിശുദ്ധന്മാരെടുക്കപ്പെടും, അല്ലാത്തവരൊക്കെ ഇവിടെ കൈവിടപ്പെട്ടു പോകും. ഈ കൈവിടപ്പെട്ടു പോകുന്നതായ സഭയ്ക്ക് എതിർക്രിസ്തുവിനാൽ പീഡയേൽക്കേണ്ടി വരുന്നു. ആ കാര്യമാണ് നമ്മുടെ കാണുന്നത്. കൈവിടപ്പെട്ടു പോകുന്നതായ സഭയ്ക്ക് എതിർക്രിസ്തുവിനാൽ നേരിടേണ്ടി വരുന്നതായ പീഡയുണ്ട്. എന്ന് പറഞ്ഞാൽ ഇന്ന് ഈ കൂട്ടായ്മയ്ക്ക് വരികയും വചനം കേൾക്കുകയും വചനം പഠിക്കുകയും പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നതായ ആളുകൾ ജീവിതത്തിൽ ശുദ്ധീകരണം പ്രാപിക്കാതെ, വിശുദ്ധ ജീവിതം നയിക്കാതെ, സൂക്ഷ്മതയില്ലാതെ, കരുതലില്ലാതെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നു. കർത്താവ് മധ്യാകാശത്ത് വരുമ്പോൾ വിശുദ്ധന്മാർ മാത്രമേ എടുക്കപ്പെടുകയുള്ളൂ. സുവിശേഷ വേലക്കാരെല്ലാവരും എടുക്കപ്പെടുകയില്ല. അങ്ങനെ കൈവിടപ്പെട്ടു പോകുന്ന ഒരു കൂട്ടം ഈ ഭൂമിയിൽ ഉണ്ടാകും. തുടർന്ന് എതിർക്രിസ്തുവിൻ്റെ ഭരണവും ഈ 666 മുദ്രയും 13-ാം അധ്യായം അതിലേക്കാണ് വരുന്നത്. എതിർക്രിസ്തുവിൻ്റെ കുറിച്ചാണ് 13-ാം അധ്യായം വരുന്നത്. അടുത്ത ദിവസം നമുക്ക് തുടങ്ങാം. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നേരിൽ കാണുമ്പോൾ ഈ പഠിച്ച കാര്യങ്ങളൊക്കെ ഓർക്കും. അയ്യോ, അന്ന്
ഞങ്ങളത്ര ഗൗരവം കൊടുത്തില്ലല്ലോ, അന്ന് നിന്നില്ലല്ലോ, അന്ന് അയ്യോ ഇതൊക്കെ സത്യമാണല്ലോ എന്ന് തിരിച്ചറിഞ്ഞ് അവർ എതിർ ക്രിസ്തുവിനാൽ പീഡ സഹിച്ച വിശ്വാസത്തിന് വേണ്ടി നിൽക്കും. ഒരു കൂട്ടം നിൽക്കും. ആ ഒരു കൂട്ടത്തെക്കുറിച്ച് നാം മറ്റ് പല ഭാഗങ്ങളിലും കാണുന്നുണ്ട്. ആ കൂട്ടത്തെക്കുറിച്ച് മറ്റ് പല ഭാഗങ്ങളിലും കാണുന്നുണ്ട്. ഞാൻ കേട്ടുകൊണ്ട് പറഞ്ഞുകൊള്ളാം. അങ്ങനെ ഒരു കൂട്ടം രക്തസാക്ഷികളായിട്ട് മരിക്കും. അവരാണ് ആരിവർ കുഞ്ഞാടിൻ്റെ രക്തത്താൽ തങ്ങളുടെ അങ്കി അലക്കി, ഇല്ലേ, ആർക്കും എണ്ണിക്കൂടാതെ വണ്ണ ഒരു പുരുഷാരം. രണ്ട് കൂട്ടം അവിടെ വരുന്നുണ്ട്. ഒന്ന് 1,44,000 പേരുടെ ഒരു കൂട്ടവും, മറ്റൊന്ന് ആർക്കും എണ്ണിക്കൂടാതെ വണ്ണമുള്ളൊരു പുരുഷാരം. 7-ാം അധ്യായത്തിലെ കാണുന്നു. 6-ാം അധ്യായത്തിലും ആ കൂട്ടത്തിൽ നാം കാണുന്നുണ്ട്. എതിർ ക്രിസ്തുവിൻ്റെ ഭരണകാലത്ത് രക്തസാക്ഷികളായി മരിക്കുന്നവർ. അപ്പോൾ എതിർ ക്രിസ്തുവിനാൽ പീഡ സഹിച്ച് നിൽക്കുന്ന ഒരു കൂട്ടമുണ്ട്. അവരാണ് സ്ത്രീയുടെ സന്തതികളിൽ ശേഷിപ്പുള്ളവർ, എടുക്കപ്പെട്ടവരിൽ ശേഷിപ്പുള്ളവർ. അവരിലൊരു കൂട്ടം അവരൊരിക്കലും ദൈവസിംഹാസനത്തിലേക്ക് വരികയില്ല, ദൈവസിംഹാസനത്തിൻ്റെ മുൻപിൽ നിൽക്കും. മണവറയിൽ വരികയില്ല, കുഞ്ഞാടിൻ്റെ കല്യാണ സദ്യയിൽ അവർ വരും. അങ്ങനെയുള്ളൊരു കൂട്ടമുണ്ട്. കുഞ്ഞാടിൻ്റെ കല്യാണ സദ്യയിൽ അവർ വരും. അവർ ദൈവസിംഹാസനത്തിലിരിക്കുകയില്ല, സിംഹാസനത്തിന് മുൻപിൽ ഇരിക്കും. ആ ഒരു കൂട്ടമാണ്. അപ്പോൾ നമുക്ക് വാക്യമായിട്ട് ചിന്തിക്കാം. തന്നെ ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞു എന്ന് മഹാസർപ്പം കണ്ടിട്ട് ആൺകുട്ടിയെ പ്രസവിച്ച സ്ത്രീയെ ഉപദ്രവിച്ചു തുടങ്ങി. ആൺകുട്ടി സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടതിന് ശേഷം സർപ്പം അല്ലെങ്കിൽ സാത്താൻ സ്ത്രീയെ ഉപദ്രവിക്കുന്നു. വിശുദ്ധന്മാർ എടുക്കപ്പെട്ടതിന് ശേഷം നാമധേയ സഭയ്ക്ക് എതിർ ക്രിസ്തുവിൻ്റെ ഭരണകാലത്ത് ഈ നാമധേയ സഭയിൽ വിശ്വാസികളായി നിൽക്കുന്നവർക്ക് എതിർ ക്രിസ്തുവിൻ്റെ ഭരണകാലത്ത് നേരിടേണ്ടി വരുന്ന പീഡയെയാണിത് കാണിക്കുന്നത്. 13-ാം വാക്യം. വീണ്ടും 14-ാം വാക്യം. അപ്പോൾ സ്ത്രീക്ക് മരുഭൂമിയിൽ തൻ്റെ സ്ഥലത്തേക്ക് പറന്നു പോകേണ്ടതിന് വലിയ കഴുകിൻ്റെ 2 ചിറക് ലഭിച്ചു. അവിടെ അവളെ സർപ്പത്തോടകലെ ഒരു കാലവും ഇരുകാലവും അരക്കാലവും പോറ്റി രക്ഷിച്ചു. അതാണ് 12-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിൽ നാം കാണുന്നത്. സ്ത്രീ മരുഭൂമിയിലേക്ക് ഓടിപ്പോയി അവിടെ അവളെ 1260 ദിവസം പോറ്റേണ്ടതിന് ദൈവം ഒരുക്കിയ ഒരു സ്ഥലം അവൾക്കുണ്ട്. എതിർ ക്രിസ്തുവിൻ്റെ പീഡ ഏൽക്കുമ്പോൾ, പീഡനകാലത്ത് ദൈവത്തിൻ്റെ കരുതൽ എങ്ങനെയാണ് കിട്ടുന്നത്? ഇന്ന് നമുക്ക് കിട്ടുന്ന ദൈവത്തിൻ്റെ കരുതൽ എന്ന് പറയുന്നത് ദൈവകൃപയാണ്. ഇവിടെ ചന്ദ്രനില്ല, ദൈവകൃപ മാറിപ്പോയി. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സഭ എടുക്കപ്പെടുമ്പോൾ എടുക്കപ്പെടും. പിന്നെ ഭൂമിയിൽ ആത്മാവില്ല. എണ്ണ മേടിക്കാൻ നടന്നാൽ പിന്നെ എണ്ണ കിട്ടുകയില്ല. ഈ 10 കന്യകമാരുടെ ഉപമയുണ്ട്. 10 കന്യകമാരുടെ ഉപമയിൽ എണ്ണ അന്വേഷിച്ച് പോയി, മേടിക്കാൻ അവർക്ക് കിട്ടിയോ? പക്ഷേ അവർക്ക് അകത്ത് കിടക്കാൻ പറ്റിയോ? അപ്പത്തിനുള്ള വിശപ്പല്ല, വെള്ളത്തിനുള്ള ദാഹവുമല്ല, വചനത്തോട് വലിയ ദാഹമൊന്നുമില്ല. പക്ഷേ വിശപ്പ് വരും. വചനം അന്വേഷിച്ച് അങ്ങ് അലഞ്ഞു നടക്കുന്ന ഒരു കാലം വരും. വചനം അന്വേഷിച്ച് തെക്ക്, വടക്ക്, കിഴക്ക്, പടിഞ്ഞാറ് വചനം അന്വേഷിച്ച് അലഞ്ഞു നടക്കുന്നൊരു കാലം വരും. ഇവിടെ
ഈ കൈവിടപ്പെട്ടു പോകുന്നതായ സഭ, അവർ ദൈവത്താൽ, ഇവിടെ ദൈവകൃപയെന്നല്ല നാം കാണുന്നത്. ഇവിടെ എന്താ കാണുന്നത്? അപ്പോൾ സ്ത്രീക്ക് മരുഭൂമിയിൽ തൻ്റെ സ്ഥലത്ത് പറന്നു പോകേണ്ടതിന് വലിയ കഴുകിൻ്റെ 2 ചിറക് ലഭിച്ചു. കഴുകിൻ്റെ 2 ചിറക് ലഭിച്ചു. അതിനെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ ദൈവം നൽകുന്നതായ ഒരു പ്രത്യേകമായ സംരക്ഷണത്തെയും വിടുതലിനെയുമാണ് കാണിക്കുന്നത്. അന്ന് ദൈവം ഒരു പ്രത്യേക സംരക്ഷണവും വിടുതലും കൊടുക്കും. എതിർക്രിസ്തുവിൻ്റെ ഭരണകാലത്ത് എതിർക്രിസ്തുവിനാൽ പീഡ ഏൽക്കുമ്പോൾ ദൈവം ഒരു പ്രത്യേക കരുതലും വിടുതലും കൊടുക്കും. അതിനെയാണ് ഈ ചിറക് കാണിക്കുന്നത്. വലിയ പീഡയാണ്, ഇന്നുള്ള പീഡ പോലൊന്നുമല്ല. ഇവരെല്ലാം രക്തസാക്ഷികളായി മരിക്കേണ്ടി വരും. രക്തസാക്ഷികളായി മരണം വരിക്കേണ്ടി വരും. അത്രമാത്രം പീഡയേൽക്കേണ്ടി വരും. എതിർക്രിസ്തു പീഡിപ്പിച്ച് കൊല്ലും. സഹിക്കവയ്യാത്തതുപോലുള്ള പീഡയേൽക്കേണ്ടി വരും. അന്ന് വിശ്വാസത്തിന് വേണ്ടി നിന്ന് രക്തസാക്ഷികളായി മരിക്കും. 3.5 വർഷമാണ് സഭ പീഡയേൽക്കുന്നത്. എതിർക്രിസ്തുവിൻ്റെ ഭരണകാലം 7 വർഷമാണ് ഈ ഭൂമിയിൽ എതിർക്രിസ്തു ഭരണം നടത്തുന്നത്. 7 വർഷത്തിൽ ആദ്യത്തെ 3.5 വർഷം 1260 ദിവസം, ആദ്യത്തെ 3.5 വർഷം എതിർക്രിസ്തുവിനാൽ സഭ പീഡിപ്പിക്കപ്പെടുന്നു. അതിന് ഉപദ്രവകാല യുഗം എന്ന് നാം വിശേഷിപ്പിക്കുന്നു. ഒടുവിലത്തെ 3.5 വർഷം ഇസ്രായേൽ പീഡിപ്പിക്കപ്പെടും. എതിർക്രിസ്തുവിനാൽ ഇസ്രായേൽ പീഡിപ്പിക്കപ്പെടും. ഒടുവിലത്തെ 3.5 വർഷം. ആദ്യത്തെ 3.5 വർഷം സഭ പീഡിപ്പിക്കപ്പെടും. ആ 3.5 വർഷം പീഡ ഏൽക്കുമ്പോൾ ആ പീഡ ഏൽക്കുന്നവരിൽ ഒരു വലിയ കൂട്ടം രക്ഷിക്കപ്പെടും. അവരാണ് ആർക്കും എണ്ണിക്കൂടാതെ വണ്ണമുള്ള ഒരു മഹാപുരുഷാരം എന്ന് നാം കാണുന്നത്. നമുക്ക് വെളിപ്പാട് 7-ാം അധ്യായം അതിൻ്റെ 9 മുതലുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. എതിർക്രിസ്തുവിൻ്റെ ഭരണകാലത്ത് പീഡയേറ്റ് പീഡ സഹിച്ച് രക്ഷിക്കപ്പെടുന്നതായ ഒരു കൂട്ടം. അവിടെ 7-ാം അധ്യായത്തിൽ തന്നെ അതിൻ്റെ ആദ്യ ഭാഗത്ത് 144,000 പേര് എന്ന ഒരു കൂട്ടമുണ്ട്. 1,44,000 പേര്. അവർ ഇസ്രായേൽ ഗോത്രങ്ങളിൽ നിന്നും മുദ്രയേറ്റ് വേർതിരിക്കപ്പെടുന്നവരാണ്. രണ്ടാമത്തെ കൂട്ടർ ആർക്കും എണ്ണിക്കൂടാതെ വണ്ണ ഒരു വലിയ പുരുഷാരം. അവർ സകല ജാതികളിലും ഗോത്രങ്ങളിലും വംശങ്ങളിലും ഭാഷകളിൽ നിന്നുമുള്ളതായി, ആർക്കും എണ്ണിക്കൂടാതെ വണ്ണം. അതിൻ്റെ എണ്ണം നമ്മൾ അറിയണമെന്ന് ദൈവം ആഗ്രഹിച്ചിട്ടുണ്ടാകുകയില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത് നമുക്കറിയില്ല. ആർക്കും എണ്ണിക്കൂടാതെ വണ്ണ ഒരു മഹാപുരുഷാരം. അവർ മണവാട്ടി സഭയല്ല എന്ന് പറയാൻ കാരണം, ഈ എതിർക്രിസ്തുവിൻ്റെ ഭരണകാലത്ത് വിശ്വാസത്തിന് വേണ്ടി നിൽക്കുന്നവർ ഒരിക്കലും മണവാട്ടിയാകുകയില്ല. കാരണം എതിർക്രിസ്തു ഈ ഭൂമിയിൽ ഭരണം നടത്തുമ്പോൾ സ്വർഗത്തിൽ എന്താണ് നടക്കുന്നത്? മധ്യാകാശത്ത് എന്താണ്? കുഞ്ഞാടിൻ്റെ കല്യാണം. മണവാളനായ ക്രിസ്തുവും മണവാട്ടി സഭയുമായുള്ള വിവാഹം നടക്കുകയാണ് ഈ എതിർക്രിസ്തുവിൻ്റെ ഭരണമുള്ളതായ സമയത്ത്. വിവാഹം കഴിഞ്ഞ് മണവാളനും മണവാട്ടിയും കൂടെ വരുമ്പോഴാണ് കന്യകമാർ വെളുക്കെടുത്ത് എതിരേൽക്കുന്നത്. അപ്പോൾ ഇവർ അതിൻ്റെ
7-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യത്തിൽ നാം വായിച്ചു, സകല ജാതികളിലും ഗോത്രങ്ങളിലും വംശങ്ങളിലും ഭാഷകളിൽ നിന്നുമുള്ളതായി ആർക്കും എണ്ണിക്കൂടാത്ത ഒരു മഹാപുരുഷാരം വെള്ള നിലയങ്കി ധരിച്ച് കയ്യിൽ കുരുത്തോലയുമായി സിംഹാസനത്തിനും കുഞ്ഞാടിനും മുൻപാകെ നിൽക്കുന്നത് ഞാൻ കണ്ടു. വീണ്ടും അതിൻ്റെ 15-ാമത്തെ വാക്യം, അതുകൊണ്ട് അവർ ദൈവത്തിൻ്റെ സിംഹാസനത്തിന് മുമ്പിൽ ഇരുന്ന് അവൻ്റെ ആലയത്തിൽ രാപ്പകൽ അവനെ, അത് സിംഹാസനത്തിൽ ഇരുന്നല്ല, മണവാട്ടി മണവാളിനോടുകൂടെ സിംഹാസനത്തിൽ ഇരിക്കുകയാണ്. ജയിക്കുന്നവന് എന്നോടുകൂടെ സിംഹാസനത്തിൽ ഇരിപ്പാൻ വരം നൽകും. അപ്പോൾ ഇവിടെ ഈ കൂട്ടം മണവാട്ടി സഭയല്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ആ ഒരു കൂട്ടമാണ് ഇവിടെ ഈ പറയുന്നതായ കൂട്ടം, സ്ത്രീയുടെ സന്തതികളിൽ ശേഷിപ്പുള്ളവർ. ആൺകുട്ടി ദൈവസിംഹാസനത്തിൽ എടുക്കപ്പെട്ടു, ഇത് സ്ത്രീയുടെ സന്തതിയിൽ ശേഷിപ്പുള്ളവരാണ് ഇവർ. സ്ത്രീയുടെ സന്തതിയിൽ ശേഷിപ്പുള്ളവർ അവർ എതിർക്രിസ്തുവിൻ്റെ ഭരണകാലത്ത് വിശ്വാസം തള്ളിക്കളയാതെ, എതിർക്രിസ്തുവിൻ്റെ മുദ്രയേൽക്കാതെ നിന്ന് പീഡ സഹിച്ച് മരിക്കുന്നവരാണ്. സ്ത്രീയുടെ ആദ്യത്തെ സന്തതിയായ ആൺകുട്ടി മണവാട്ടി സഭയാണ്. മണവാട്ടി സഭ ദൈവസിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ സന്തതി സിംഹാസനത്തിൻ്റെ മുൻപിലാണ് ഇരിക്കുന്നത്. മാത്രമല്ല, വെളിപ്പാട് 12-ാം അധ്യായം 12-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യം, സർപ്പം സ്ത്രീയെ ഒഴുക്കിക്കളയേണ്ടതിന്, ചില പീഡ ഏൽക്കുന്ന ആ സമയത്ത് എതിർക്രിസ്തുവിൻ്റെ ഭരണകാലത്ത് ഈ വിശ്വാസികളായിട്ടുള്ളവർ സഭ ഏൽക്കേണ്ടി വരുന്നതായ കാര്യമാണ്. അപ്പോൾ സ്ത്രീക്ക് മരുഭൂമിയിൽ തൻ്റെ സ്ഥലത്തേക്ക് പറന്നു പോകേണ്ടതിന് വലിയ കഴുകിൻ്റെ 2 ചിറക് ലഭിച്ചു. അവിടെ അവളെ സർപ്പത്തോടകലെ 1 കാലവും 2 കാലവും അരക്കാലവും പോറ്റി രക്ഷിച്ചു. ആദ്യത്തെ 3.5 വർഷം, 1 കാലം 1 വർഷം, 2 കാലം 2 വർഷം, അരക്കാലം 1/2 വർഷം, അങ്ങനെ 3.5 വർഷം. 1 കാലം 2 കാലവും അരക്കാലവും 3.5 വർഷം. സർപ്പം സ്ത്രീയെ ഒഴുക്കിക്കളയേണ്ടതിന് അവളുടെ പിന്നാലെ തൻ്റെ വായിൽ നിന്ന് നദി പോലെ വെള്ളം ചാടിച്ചു. എന്നാൽ ഭൂമി സ്ത്രീക്ക് തുണ നിന്നു. മഹാസർപ്പം വായിൽ നിന്ന് ചാടിച്ച് നദിയെ ഭൂമി വായ് തുറന്ന് വിഴുങ്ങിക്കളഞ്ഞു. ഓർക്കണം, ഈ 12-ാം അധ്യായത്തിൻ്റെ ആരംഭത്തിൽ ഇന്നത്തെ കാലം, ഇന്നത്തെ അവസ്ഥ, ഈ സർപ്പത്തിൻ്റെ വാലാണ് ചുറ്റിക്കളയുന്നത്, അല്ലേ? സർപ്പത്തിൻ്റെ വാല് ചുറ്റിക്കളയുന്നു. വാലെന്തിനെ കാണിക്കുന്നു? ദുരുപദേശങ്ങൾ. ഈ വിശ്വാസികളായിട്ട് വരുന്ന വലിയൊരു കൂട്ടം ദുരുപദേശങ്ങളിലേക്ക് പോകുന്നു. എന്തെല്ലാം ദുരുപദേശങ്ങളുണ്ട്. അപ്പോൾ ഇങ്ങനെ വിശ്വാസത്തിലേക്ക് വരുന്ന പലരും പല തരത്തിലുള്ള അബദ്ധവിശ്വാസങ്ങളിൽപ്പെട്ടു പോകും. അതാണ് വാല്. ഇവിടെ വാലല്ല, ഈ വാലിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടു. വാലല്ല ഇവിടെ വരുന്ന എന്താണ്? സർപ്പം അതിൻ്റെ വായിൽ നിന്ന് നദി പോലെ വെള്ളം ചാടിച്ചു എന്ന് പറഞ്ഞ വാലിങ്ങനെ ചുറ്റി വരുമ്പോഴത്തേക്ക് നമുക്ക് ഓടിയൊക്കെ രക്ഷപ്പെടാം, അല്ലേ? ഈ നദി പോലെ വെള്ളം വന്നു. ഇപ്പോൾ നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉരുൾ പൊട്ടുന്നതൊക്കെ പലതും വീഡിയോ കണ്ടല്ലോ, അല്ലേ? ഉരുൾ പൊട്ടുന്ന വീഡിയോ ഒക്കെ കണ്ടു. നദി പോലെ വെള്ളവും ഒഴുകി വന്നു കഴിഞ്ഞാൽ ആർക്കും നിൽക്കാൻ പറ്റും? നമ്മൾ വീണു പോകില്ലേ? എന്ന് പറഞ്ഞാൽ അന്നത്തെ പിശാചിൻ്റെ ദുരുപദേശങ്ങളും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വാലിങ്ങ് ചുറ്റിരുമ്പോഴത്തേക്ക് നമുക്ക് രക്ഷപ്പെടാം. പക്ഷേ വായിൽ നിന്ന് അതുപോലെ വെള്ളം വന്നാൽ പെട്ടുപോകുള്ളൂ, ഒഴുക്കി പെട്ടുപോകുള്ളൂ. ചുമ്മാ അല്പമൊന്നുമല്ല ഒഴുകി വരുന്നതില്ലേ, നദി പോലെ വെള്ളം.
ഇപ്പോൾ മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു അവസരം കിട്ടൂലോ. അന്നേരമൊക്കെ രക്ഷപ്പെടാനൊരു ചാൻസ് ഉണ്ടെങ്കിൽ എതിർക്രിസ്തുവിൻ്റെ കർത്താവ് വന്ന് സഭ എടുക്കപ്പെട്ടാലും എതിർക്രിസ്തുവിൻ്റെ കാലത്തും രക്ഷപ്പെടാനുള്ളൊരു ചാൻസ് ഉണ്ടെങ്കിൽ നമുക്ക് അന്ന് രക്ഷപ്പെട്ടാൽ പോരെ, അന്ന് നിന്നാൽ പോരെ. നിൽക്കില്ല, നിൽക്കാൻ സാധിക്കില്ല. കാരണം ഇന്നൊരു ചെറിയ കാര്യത്തിൽ പോലും പറ്റാത്തവർക്ക് അന്ന് നിൽക്കാൻ പറ്റുമോ? അതിവേഗം വിശുദ്ധീകരണം പ്രാപിച്ചു കൊള്ളുക, ക്രിസ്തുവിൽ തികഞ്ഞവരായി മാറിക്കൊള്ളുക, അതിവേഗം ജീവിതം ക്രിസ്തുവിനെ കൈമാറിക്കൊള്ളുക, പാപത്തോട് യാത്ര പറഞ്ഞുകൊള്ളുക. ഇപ്പോഴാകുന്നു സുപ്രസാദകാലം, ഇപ്പോഴാകുന്നു രക്ഷാ ദിവസം. നാളെയാകട്ടെ എന്നൊരിക്കലും നമുക്ക് വെക്കരുത്. കാരണം ഇന്ന് ഈ വാലിയിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റാത്തവൻ അന്ന് വെള്ളം പോലെ, നദി പോലെ വെള്ളം പുറപ്പെടുവിക്കുന്നു. ഈ ദുരുപദേശങ്ങളെ ഫോഷ്കും ദുരുപദേശങ്ങളൊക്കെ നദി പോലെ വരുമെന്ന് നിൽക്കാൻ പറ്റുമോ? പക്ഷെ ഇവിടെ നാം കാണുന്നു സ്ത്രീ, മഹാസർപ്പം വായിൽ നിന്ന് നദി പോലെ വെള്ളം ചാടിച്ചു. ഇന്നീ വാലേ വന്നുള്ളൂ, പക്ഷേ നദി പോലെ വെള്ളം ചാടിച്ചു. പക്ഷെ ഇവിടെ എന്താ സംഭവിച്ചത്? എന്താണ്? ഭൂമി സ്ത്രീക്ക് തുണ നിന്നു. ഭൂമി, മഹാസർപ്പം വായിൽ നിന്ന് ചാടിച്ച നദിയെ ഭൂമി വായ് തുറന്ന് വിഴുങ്ങിക്കളഞ്ഞു. എന്തോ ഒരു അത്ഭുതം നടന്നു വെച്ചാൽ മതി. പണ്ട് കോരഹിൻ്റെ കാലത്ത് ഭൂമി പിളർന്ന് ആ കൂട്ടത്തെ വിഴുങ്ങിക്കളഞ്ഞതുപോലെ എന്തോ ഒന്ന് നടന്നു. ദൈവം ഒരു അത്ഭുതം പ്രവർത്തിച്ച് ദൈവം അവിടെ കാക്കുന്നു. ഒരുപക്ഷെ അവിടെ രക്തസാക്ഷി മരണമായിരിക്കാൻ കൊടുക്കുന്നത്, എന്തോ നമുക്കറിയില്ല. എന്തായാലും ദൈവം ഒരു അത്ഭുതം പ്രവർത്തിക്കുന്നു. ദൈവം ആ വെള്ളം പോലെ വായിൽ നിന്ന് നദി പോലെ പോഷകങ്ങൾ പുറപ്പെട്ട് ഒഴുക്കിക്കളയാൻ വരുമ്പോൾ ആ ഒഴുക്കിൽപ്പെട്ട് പട്ടുപോകാതെ ദൈവം കാക്കുന്നു. അന്ന് രക്തസാക്ഷികളായി മരിക്കുകയാണ്, രക്തസാക്ഷികളായിട്ട് മരിക്കുന്നു. എതിർക്രിസ്തുവിൻ്റെ ഭരണകാലത്ത് പീഡ സഹിച്ച് മരിക്കുന്നു. ഉൾപ്പെടെ 6-ാം അധ്യായത്തിലെ ആ 7 മുദ്രകളെക്കുറിച്ചൊക്കെ പഠിക്കുമ്പോൾ ആ കാര്യം പഠിച്ചിട്ടുണ്ട്. 7-ാം അധ്യായം പഠിച്ചപ്പോൾ നാം പഠിച്ചിട്ടുണ്ട്. പീഡ സഹിച്ച് മരിക്കുന്നു. ഒരു കൂട്ടമുണ്ട്, അങ്ങനെ ഒരു കൂട്ടമുണ്ട്. ക്രിസ്തുവിന് വേണ്ടി നിൽക്കുന്ന ഒരു കൂട്ടമുണ്ട്. ആരിവർ ഒരു കൂട്ടം. ഇസ്രായേലിൽ ഒടുവിലത്തെ പകുതിയിൽ മോശയുടെയും ഏലിയാവിൻ്റെയും ശുശ്രൂഷയുടെ കാലത്ത് രക്ഷിക്കപ്പെടുന്ന ഒരു കൂട്ടമുണ്ട്. അവർ മണവാട്ടി സഭയാകുകയില്ല കേട്ടോ. മണവാളൻ്റെ സ്നേഹിതന്മാരായി അവിടെ സദ്യയിൽ പങ്കെടുക്കാം, സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കാം. മണവാട്ടിയല്ല. ആ കൂടെ ഇവിടെ ഒരു കൂട്ടം സ്ത്രീയുടെ സന്തതികളിൽ ശേഷിപ്പുള്ളവർ, സഭയിൽ കൈവിടപ്പെട്ടു പോകുന്ന സഭയിൽ ഒരു കൂട്ടം. എത്ര നമുക്കറിയില്ല, എണ്ണം പറഞ്ഞിട്ടില്ല. എത്രയും നമുക്കറിയില്ല. ഒരു കൂട്ടം. ഓർക്കണം, അവ സർപ്പത്തിൻ്റെ വായിൽ നിന്ന് നദി പോലെ വെള്ളം പുറപ്പെടും ഒഴുക്കിക്കളയാൻ. ഇന്ന് വാല അണയിച്ചിട്ടുന്നുള്ളൂ. നദി പോലെ വെള്ളം പുറപ്പെട്ടാൽ ആര് നിൽക്കും? ഇന്നും ജനം ഫോഷ്കിൻ്റെ പുറകെ ഓടുകയാണ്, സത്യവചനം വിട്ട് ഓടുകയാണ്. ശരിയായ വചനത്തിൻ്റെ വഴിയിൽ ആരുണ്ട് നിൽക്കാൻ? ദൈവകൃപയിൽ നിൽക്കാൻ ആരുണ്ട്? കൃപയിൽ നിൽക്കുന്ന കൂട്ടമുണ്ടെന്ന്. നമുക്കെന്തെല്ലാം ഉണ്ടെങ്കിലും സന്തോഷിക്കാൻ ഒന്നേ ഉള്ളൂ, ദൈവകൃപയിൽ നിൽക്കുന്നു. പൗലോസ്ലീഹായും കൃപയിൽ നിൽക്കുന്നതിന് സന്തോഷിച്ചു. കൃപയിൽ നിൽക്കണം, ദൈവകൃപയിൽ നിൽക്കണം. ദൈവത്തിൻ്റെ കൃപയാണ് നമ്മൾ രക്ഷിക്കുന്നത്. ഇന്ന് നദി പോലെ വെള്ളം പുറപ്പെടുന്നില്ല, വാല് ചുറ്റുന്നേ ഉള്ളൂ. സൂക്ഷിച്ചു നിൽക്കും, കരുതലോടെ നിൽക്കണം. പലരെയും തങ്ങളുടെ പിന്നാലെ വലിച്ചു കളയുവാനായി, ഇല്ലേ, ഞാൻ പോയ ശേഷം
ആട്ടിൻകുട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ പലരെയും തങ്ങളുടെ പിന്നാലെ വലിച്ചു കളയും. നാം ചിന്തിച്ചതായ കാര്യമാണ്. നാം കരുതലോടെ നിൽക്കണം, സൂക്ഷ്മതയോടെ നിൽക്കണം. അന്ന് മഹാസർപ്പം വായിൽ നിന്ന് യാടിച്ച നദിയെ ഭൂമി വായ് തുടർന്ന് വിഴുങ്ങിക്കളഞ്ഞു. 17-ാം വാക്യം. മഹാസർപ്പം സ്ത്രീയോട് കോപിച്ചു. ദൈവകൽപ്പന പ്രമാണിക്കുന്നവരും യേശുവിൻ്റെ സാക്ഷ്യമുള്ളവരുമായി അവരുടെ സന്തതിയിൽ ശേഷിപ്പുള്ളവരോട് യുദ്ധം ചെയ്യുവാൻ പുറപ്പെട്ടു. അവൻ കടൽപ്പുറത്തെ മണലിന്മേൽ നിന്നു യുദ്ധം ചെയ്യാൻ പുറപ്പെട്ടു. ഈ സ്ത്രീയുടെ സന്തതിയിൽ ശേഷിപ്പുള്ളവരോട് യുദ്ധം ചെയ്യുവാൻ ആദ്യ പകുതി 1260 ദിവസം, 3.5 വർഷം. സ്ത്രീയുടെ സന്തതിയിൽ ശേഷമുള്ളവരോട് യുദ്ധം ചെയ്യുവാൻ കൈവിടപ്പെട്ടു പോയതായ സഭയിൽ എതിർക്രിസ്തുവിന് മുദ്രയേൽക്കാതെ വിശ്വാസത്തിന് വേണ്ടി നിൽക്കുന്നവരോട് യുദ്ധം ചെയ്യുവാൻ, സ്ത്രീയോട് യുദ്ധം ചെയ്യുവാൻ സർപ്പം സ്ത്രീയോട് കോപിച്ചു. ദൈവകൽപ്പന പ്രമാണിക്കുന്നവരും യേശുവിൻ്റെ സാക്ഷ്യമുള്ളവരുമായവർ എല്ലാവരും ഇല്ല കേട്ടോ. കാരണം അന്ന് ഈ 13-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ എതിർക്രിസ്തുവിൻ്റെ ഭരണമാണ്. ഒരു പൈശാചിക തൃത്വശക്തിയാണ് ഭരിക്കുന്നത്. പൈശാചിക തൃത്വശക്തി. കടലിൽ നിന്ന്, സമുദ്രത്തിൽ നിന്ന് കയറി വരുന്നതായ ഒരു മൃഗം, ആൻറ്റി ക്രൈസ്റ്റ്, എതിർക്രിസ്തു, ഒരു രാഷ്ട്രീയ നേതാവ്, ഒരു ഭരണാധികാരി. സമുദ്രത്തിൽ നിന്ന് കയറി വരുന്ന ഒരു മൃഗം, ഭൂമിയിൽ നിന്ന് കയറി വരുന്ന മറ്റൊരു മൃഗം, അത് കള്ളപ്രവാചകനാണ്. കള്ളപ്രവാചകൻ, പഴയ പാമ്പ്, സാത്താനും പിശാചും എന്ന പഴയ പാമ്പ്. ഇങ്ങനെ 3 ശക്തികളാണ് ഭരണം നടത്തുന്നത്. എതിർക്രിസ്തുവിൻ്റെ ഭരണമെന്ന് പറയുമ്പോൾ 3 പൈശാചിക ശക്തികളാണ് ഭരിക്കുന്നത്. സമുദ്രത്തിൽ നിന്ന് കയറി വരുന്ന ഒരു മൃഗവും, ഭൂമിയിൽ നിന്ന് കയറി വരുന്ന ഒരു മൃഗവും, സാത്താൻ, പഴയ പാമ്പെന്ന സാത്താൻ. ഈ കള്ളപ്രവാചകൻ ആ സഭയിൽ, അതാണ് നദി പോലെ വെള്ളം പുറപ്പെടുക എന്നൊക്കെ പറയുന്നത്. അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ നടക്കും. വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ നടക്കും. അതിലങ്ങ് ഒഴുകിപ്പോവും ആളുകൾ, അതിൻ്റെ പുറകെ അങ്ങ് ഒഴുകിപ്പോവും. അധർമ്മത്തിൻ്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്. തടുക്കുന്നവൻ വഴിയിൽ നിന്ന് മാറിപ്പോകണം, അപ്പോൾ അധർമ്മമൂർത്തി വെളിപ്പെടും. ഇന്ന് തടുക്കുന്നവനുണ്ട്, ഇന്ന് കൃപയുണ്ട്, ആത്മാവുണ്ട്. സഭ എടുക്കപ്പെട്ട് കഴിഞ്ഞാൽ അധർമ്മമൂർത്തി വെളിപ്പെടും. ഞാൻ ഇന്ന് വാക്കുകൾ നിർത്തുകയാണ്. സർപ്പം വായിൽ നിന്ന് നദി പോലെ വെള്ളം പുറപ്പെടുവിച്ചു, വെള്ളം ചാടിച്ചു. എന്നാൽ ഭൂമി സ്ത്രീക്ക് തുണനിന്നു. മഹാസർപ്പം സ്ത്രീയോട് കോപിച്ചു. ദൈവകൽപ്പന പ്രമാണിക്കുന്നവരും യേശുവിൻ്റെ സാക്ഷ്യമുള്ളവരുമായി അവരുടെ സന്ധിയിൽ ശേഷിപ്പുള്ളവരോട്. അന്ന് ആ കാലത്ത് യേശുവിൻ്റെ സാക്ഷ്യം വഹിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു കൂട്ടമുണ്ട്. ദൈവകൽപ്പന കാത്തുകൊള്ളുന്ന ഒരു കൂട്ടമുണ്ട്. അവരോട് യുദ്ധം ചെയ്യാൻ മരുഭൂമിയിൽ നിന്നു, കടൽപ്പുറത്തെ മണലിന്മേൽ നിന്നു. അന്ന് പീഡ സഹിച്ച് രക്തസാക്ഷികളായി മരിക്കുന്ന ഒരു കൂട്ടം. എതിർക്രിസ്തുവിൻ്റെ കാലത്ത് സഭയ്ക്ക് നേരിടേണ്ടിരുന്നതായ പീഡ, അതാണ് 13 മുതൽ 17 വരെയുള്ളതായ വാക്യങ്ങൾ. ആദ്യത്തെ 6 വാക്യങ്ങൾ ഇന്ന് ദൈവമക്കൾക്ക് നേരിടേണ്ടി വരുന്നതായ ഉപദ്രവം, അവിടെ ദൈവം കാക്കുന്നത്. 7 മുതൽ 12 വരെയുള്ളതായ വാക്യങ്ങൾ സ്വർഗത്തിൽ നടക്കുന്ന യുദ്ധം, സാത്താനെ ഭൂമിയിലേക്ക് തള്ളിക്കളയുന്നത്. ഈ 3 വിഷയങ്ങളാണ് വെളിപ്പാട് 12-ാം അധ്യായത്തിലുള്ളത്. എല്ലാത്തിൻ്റെയും ആകത്തുക എന്ന് പറയുന്നത് നമ്മുടെ കർത്താവ് വരാറായി, നമ്മുടെ യേശു വരാറായി. നാം അവൻ്റെ മണവാട്ടിയായി ഒരുങ്ങുക, അവൻ്റെ മണവാട്ടിയായി ഒരുങ്ങുക.
നമ്മുടെ കാലം തീരാറായി, ഇനി അധികമില്ല. എല്ലാ ലക്ഷണങ്ങളും നമ്മുടെ കണ്ണിൽ കാണുന്നുണ്ട്. നമ്മളിത് പഠിച്ചത് മനസ്സിലായില്ലെങ്കിലും, നമുക്ക് വേണ്ടുമെന്ന് ഒന്നും പിടികിട്ടിയില്ലെങ്കിലും ഒന്നും പേടിക്കണ്ട, ഒന്നും പേടിക്കണ്ട. ഇന്ന് അവൻ്റെ വാല് ചുറ്റാതെ സൂക്ഷിച്ചു കൊള്ളണം. കർത്താവ് ഇന്ന് വായിൽ നിന്ന് നദി പോലെ ഒരു മഹാനദി പോലെ വെള്ളം വന്നാൽ ഞങ്ങൾക്ക് നിൽക്കാൻ പറ്റില്ല. എന്നാൽ ഇന്ന് വാലിനെ സൂക്ഷിക്കാനുള്ള കൃപയാണ് തന്നിട്ടുള്ളത്. വാല് ചുറ്റരുത് കേട്ടോ, ഫോഷ്ക് ചുറ്റരുത്, ആത്മീയത്തിൽ ഫോഷ്ക് ചുറ്റരുത്. കറയും കളങ്കവുമില്ലാത്തവരായി തൻ്റെ സന്നിധിയിൽ തേജസ്സോടെ നിൽക്കുവാൻ അവന് കരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. ഒന്നുകൂടെ ആഴമായ ജീവിതം സമർപ്പിക്കാം. തലകളെ വണക്കാം. കരുണയുള്ള കർത്താവേ, സ്നേഹനിധിയായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അടിയങ്ങളെ കേൾപ്പിച്ച ജീവൻ്റെ ആലോചനകൾക്കായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. കർത്താവേ, ഞങ്ങൾ ഓരോ ദിവസവും നിൻ്റെ വചനം കേൾക്കുമ്പോൾ അടുത്ത ആഴ്ച ഞങ്ങൾ കേൾക്കാൻ കഴിയുമോ ഞങ്ങൾക്കറിയില്ല. എത്ര കാലം ഞങ്ങളുടെ ആയുസ് ഞങ്ങൾക്കറിയില്ല. കർത്താവേ, നീ എപ്പോൾ മടങ്ങി വരും ഞങ്ങൾക്കറിയില്ല. കർത്താവേ, ഞാനൊന്നും ഒന്നായില്ലോ എന്ന് കർത്താവേ ഇരിക്കാനല്ല, ഇന്ന് സമർപ്പിക്കുവാൻ. ആമേൻ. കർത്താവായ യേശുവേ, വേഗം വരണമേ എന്ന് പറയുവാൻ തക്കവണ്ണം ഒരുങ്ങിയിരിക്കാൻ കർത്താവേ, ഇപ്പോൾ ഞങ്ങളുടെ ജീവിതത്തെ മുഴുവനായി അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് ഒരുങ്ങി നിൽക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ മഹത്വത്തോടുന്ന് മാത്രം എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണം പിതാവേ. ആമേൻ.